ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ബുദ്ധിശക്തിയും കർമ്മശേഷിയുമുള്ള പലരും തങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം ചിന്തിച്ച് വശാകാറുണ്ട്. ചിലർക്ക് തങ്ങളുടെ സൗന്ദര്യത്തിലാണ് സന്ദേഹം, ചിലർക്ക് വിദ്യാഭ്യാസം, ചിലർക്ക് നിറം, മറ്റു ചിലർക്ക് ജാതി. ഇങ്ങനെ വ്യത്യസ്ത നിലയിൽ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുന്ന പലരുമുണ്ട്. സ്വന്തം വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തി വിഷാദമുഖരായി കഴിയുന്നവരും ഉണ്ട്. അവർക്കാർക്കും ജീവിതത്തിൽ ഒരിക്കലും മുൻനിരയിലേക്ക് വരുവാൻ കഴിയുകയില്ല. 18കാരനായ യുവാവ് +2 ശേഷം ദൂരത്ത് കണ്ണം നട്ട് വീട്ടിലിരിപ്പായി. കായികമായ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടി. ശരീരത്തിന് ബലമില്ല എന്നാണ് ആ യുവാവ് പറയാറ്. ആരുമായും ഇടപെടാറില്ല. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആളൊരു സൈക്കോളജിസ്റ്റിനെ കാണുവാൻ പോയി. ആ യുവാവിൻ്റെ സ്വന്തം നിരൂപണങ്ങളിൽ എന്തോ പിശകുണ്ട് എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. തൻ്റെ താടിയുടെ വൈരൂപ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണയായിരുന്നു അയാളെ അലട്ടിയ പ്രശ്നം. താടിയല്ല് ചെരിഞ്ഞാണിരിക്കുന്നത്, ചിരിക്കുമ്പോൾ കൂടുതൽ വൃത്തികേടാകുന്നു എന്ന ചിന്തയാണ് ആ യുവാവിനെ ഭരിച്ചത്. ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ട വൈരൂപ്യമൊന്നും ആ യുവാവിന് ഉണ്ടായിരുന്നില്ല. അവന് 10 വയസ്സ് ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ അമ്മയും അപ്പനും കൂടി സംസാരിച്ചത് അവൻ ഉറക്കം നടിച്ചു കിടന്ന് കേട്ടു. അവർ സംസാരിച്ചത് അവൻ്റെ താടിയലിനെക്കുറിച്ചും ആയിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അവനുള്ളതുപോലെ ഉള്ള താടി ഇല്ല പോലും. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? അത് അവനും ഒരു ചോദ്യം ചിഹ്നമായി ഉള്ളിൽ കിടന്നു. ഇല്ലാത്ത വൈകൃതം വച്ചുപിടിപ്പിക്കാൻ അത് കാരണമായി. ഉറക്കം കുറഞ്ഞു തുടങ്ങി. ക്രമേണ ആളൊരു വിഷാദ രോഗിയായി. ഏതാനും നാളുകൾ ഡോക്ടർ ആ യുവാവുമായി സംസാരിച്ചു. തൻ്റെ ആളത്വത്തിൻ്റെ ശരിയായ രൂപം ആ ചെറുപ്പക്കാരന് ബോധ്യമായി. ക്രമേണ ആ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. കോളേജിൽ പോകുവാനും പഠനം തുടരുവാനും ഉള്ള ആത്മധൈര്യം ലഭിച്ചു. അങ്ങനെ അവൻ മിടുക്കനായി. നമുക്ക് നമ്മെപ്പറ്റിയുള്ള ധാരണയ്ക്ക് സെൽഫ് ഇമേജ് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കണ്ണാടിയിലോ ഫോട്ടോയിലോ നമ്മുടെ പ്രതിച്ഛായ നാം കാണുന്നത് പോലെ നമ്മുടെ വ്യക്തിത്വത്തെപ്പറ്റിയും വ്യക്തമായ ധാരണ നമുക്ക് വേണം. മനുഷ്യജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ ഒരു പരിധിവരെ ഈ ധാരണയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തങ്ങളെ തന്നെ ഇടിച്ച് താഴ്ത്തി ജീവിക്കുന്നവരാണ് പലരും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുകയില്ല. ദൈവം ഓരോരുത്തരെയും ഓരോരോ ഉദ്ദേശത്തോടു കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്കായും നമ്മുടെ സമൂഹത്തിനായും നന്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് എഫേസ്യ ലേഖനം 2:10 വായിക്കുന്നു. കഴിഞ്ഞ കാല അനുഭവങ്ങൾ എത്ര തന്നെ വേദന ഉളവാക്കുന്നത് ആയാലും ഓരോ വ്യക്തിയിലും ക്രിയാത്മകവും അതുല്യവുമായ എന്തെങ്കിലും നന്മ ഉണ്ടാകാതെ ഇരിക്കുകയില്ല. എത്ര തന്നെ മനം കടുത്താലും എന്തെങ്കിലും ഒരു നന്മ ചുറ്റുപാടുകൾക്കോ സഹവിശ്വാസികൾക്കോ സംഭാവന ചെയ്യുവാൻ കഴിയാതെയും വരികയില്ല. നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ മാറ്റുക എന്നതാണ് വിജയകരമായ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രർ ആക്കുകയും ചെയ്യും എന്നാണ്. നാം നമ്മെക്കുറിച്ചുള്ള സത്യം അറിയുന്നുവെങ്കിൽ അത് നമ്മെ സ്വതന്ത്രരാക്കും. ജീവിതം നിരാശയുടെയും പരാജയത്തിൻ്റെയും പാരതന്ത്ര്യത്തിൽ അമർന്നിരിക്കുന്നവർ തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയെങ്കിൽ ആ അറിവ് അവരെ സ്വതന്ത്രനാക്കുക തന്നെ ചെയ്യും. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിനെ അറിയുക എന്ന ആശയവും അവിടെയുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്ന് ഗലാത്യ ലേഖനം 5:1 പറയുന്നു. ഒരു വ്യക്തി മതത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ചങ്ങലയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സത്യസുവിശേഷമാകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ച് കടന്നു വരുമ്പോൾ കൂട്ടുസഹോദരങ്ങൾ ആദ്യമായി കാണിച്ചു കൊടുക്കുന്ന ബൈബിൾ വാക്യമാണ് മേലെ ഉദ്ധരിച്ചത്. അന്ന് മുതൽ ആൾ സ്വതന്ത്രനായി. ആർക്കും ഒന്നിനും കീഴ്പ്പെടുവാൻ ഇടയാവുകയുമില്ല. അടിമനുഖത്തിൽ കുടുങ്ങിയാലോ? കർത്താവ് പറഞ്ഞത് ഓർമ്മയിൽ വയ്ക്കാം. നിങ്ങൾ പലരെയും പലയിടത്തും ചേർക്കുന്നു, പിന്നീട് പഴയതിലും കൊള്ളരുതാത്തവരാക്കി
തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാതിരിക്കട്ടെ. ഗലാത്യയിലുള്ള വിശ്വാസികളോട് അടിമനൂത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്നാൽ, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് പാപപരിഹാരം വന്ന് ആത്മരക്ഷ പ്രാപിച്ച് സഭയുടെ അംഗങ്ങൾ ആയിത്തീർന്നവരുടെ അടുക്കൽ യഹൂദന്മാരായ ചിലർ വന്ന് അവരെ ഉപദേശിച്ച് തെറ്റിച്ചു. എങ്ങനെയെന്നാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രമായില്ല, ന്യായപ്രമാണവും അതിൻ്റെ പ്രവൃത്തികളും കൂടി ചെയ്തെങ്കിലേ രക്ഷ പ്രാപിക്കുവാൻ ഇടവരികയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഭയചകിതരാക്കി. അപ്പോൾ വെളിപ്പെടുത്തിയ സത്യമാണ് ഗലാത്യ ലേഖനം 2:16 വായിക്കുന്നത്. യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ മനുഷ്യർ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ന്യായപ്രമാണത്തിൻ്റെ പിടിയിൽ നിന്ന്, മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ മാനവരാശിക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. അവിടുത്തെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് എന്ന് റോമാലേഖനം 3:24 പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സൽപ്രവൃത്തികൾ ചെയ്യേണ്ടയോ? സ്വർഗത്തിൽ പോകാൻ നാം പ്രവർത്തിക്കേണ്ട. കർത്താവായ യേശുവിൻ്റെ കുരിശിൽ തികച്ച പ്രവൃത്തി മതി. എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ സൽപ്രവൃത്തികൾ ചെയ്തിരിക്കണം. വെളിപ്പാട് പുസ്തകം 22:12 വായിക്കുന്നത്, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട് എന്ന് കർത്താവായ യേശു പറഞ്ഞു. ആകയാൽ സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പ് പ്രാപിച്ചവർ സൽപ്രവൃത്തികൾക്ക് മുമ്പന്മാരായിരിക്കണം. അതല്ലാതെ സ്വർഗത്തിൽ പോകാൻ പരിച്ഛേദനയോ കൂദാശയോ കർമ്മങ്ങളോ ഒക്കെ ആവശ്യമെന്ന് പഠിപ്പിച്ചാൽ അത് അടിമ നുഖത്തിലേക്കുള്ള ഒരു കുടുക്കാണ്. അതിൽ കുടുങ്ങിപ്പോകരുത് എന്നാണ് 5:1 ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. ആകയാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അധികം പ്രതിഫലത്തിന് ഉടമകളായിത്തീരുവാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.